ബഹുമാന്യ ശ്രീ എം രാജഗോപാൽ, അങ്ങേക്ക് 12 മിനിറ്റ് എടുക്കാം. സർ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വനം സാമ്പത്തിക വർഷത്തിലേക്കുള്ള ധനാഭ്യർത്ഥന പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് സർ. കേരളം ഇപ്പോൾ ഉഷ്ണതരംഗത്തിൻ്റെ പിടിയിലാണ് സർ. ഹീറ്റ് വേവ്. പശ്ചിമഘട്ടത്തെ കണ്ണിൽ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ട സന്ദർഭമാണിത്. കേരളം, തമിഴ്നാട്, ഗോവ, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ വിസ്തൃതി 60,000 ചതുരശ്ര കിലോമീറ്ററാണ്. ആമസോൺ കാടുകളെയും നാം മനസ്സിലാക്കണം സർ. ഭൂമിയുടെ ശ്വാസകോശമാണത്. 39,000 കോടി മരങ്ങളാണ് ഇവിടെ വളരുന്നത്. 40,000 തരം സസ്യങ്ങളാണ് ഇവിടെയുള്ളത്. മനുഷ്യർക്ക് കടന്നു കയറാൻ പറ്റാത്ത ഘോരവനങ്ങൾ ആമസോണിലുണ്ട്. 9 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് സർ ആമസോൺ വനം. നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് ചുറ്റുമുള്ള ജന്തുജാലങ്ങളെയും അവയുടെ ഗുണവിശേഷങ്ങളെയും കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരുന്നു. ആയുർവേദത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്, ഔഷധ ഗുണമില്ലാത്തതായി യാതൊന്നുമില്ലെന്നാണ് ചരകനും സുശ്രുതനും വാഗ്ഭടനുമെല്ലാം നമ്മോട് ഉദ്ബോധിപ്പിച്ചിട്ടുള്ളത്. സുഗതകുമാരി ടീച്ചർ ഉദ്ബോധിപ്പിച്ചത്, ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്കായി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി എന്നുള്ളതായിരുന്നു. സർ, 10 പുത്രന് തുല്യമാണ് ഒരു മരം എന്നാണ് പറയപ്പെടുന്നത്. വനസംരക്ഷണത്തിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് സർ ഇവയൊക്കെ. സർ, വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിനുള്ള പ്രധാന കാരണം വന്യജീവികളുടെ വർധനവ് കൂടിയാണ്. കേരളത്തിൽ വന്യജീവികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. വനാതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കടുവകളും ആനകളും കൂടുതലുണ്ട്. കേരളത്തിൽ കുരങ്ങ്, കാട്ടുപന്നി എന്നിവയാണ് സർ വർദ്ധിക്കുന്നത്. രാജ്യത്ത് വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുന്നത് അതിനുള്ള പദ്ധതികളില്ല സർ. മൃഗങ്ങളെ പിടികൂടി മറ്റ് ആവാസ മേഖലകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനാണ് കേന്ദ്ര നിയമത്തിൽ അനുമതി ഉള്ളത്. സർ, വന്യജീവി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി ചെയ്യണമെന്ന അനിവാര്യമായ ആവശ്യമാണ് നാം ഉയർത്തേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത്. ഇതിന് എത്രത്തോളം സമ്മർദ്ദം ചെലുത്താൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയുമെന്നുള്ളതാണ് സർ വിഷയം. ഇതിൽ UDFിൻ്റെയും നിലപാട് അറിയേണ്ടത് അനിവാര്യമാണ്. സർ, കാസർഗോഡ് ജില്ലയെ സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കർണാടക വനവുമായി 90 കിലോമീറ്റർ നീളത്തിൽ അതിർത്തി പങ്കിടുന്ന കാസർഗോഡ് ജില്ലയിൽ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് അടിയന്തരമായും ചില ഇടപെടലുകൾ ആവശ്യമുണ്ട് സർ. ആന, കടുവ, പുലി എന്നിവ കർണാടക വനത്തിൽ നിന്നും വരുന്നു. ജില്ലയിൽ ഇതുവരെയും ഫോറസ്റ്റ് സ്റ്റേഷൻ അനുവദിക്കപ്പെട്ടിട്ടില്ല സർ. പ്രപ്പോസൽ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ജില്ലയിൽ 6 സെക്ഷൻ ഓഫീസുകളായിട്ടാണ് പ്രവർത്തനം നടത്തുന്നത്. ഇതിൽ 4 സെക്ഷനുകളിലും വാഹന സൗകര്യം ഇല്ല സർ. അതും പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എൻ്റെ നിയോജക മണ്ഡലത്തിലാണെങ്കിൽ കർണാടക വനാതിർത്തിയിൽ എത്തിച്ചേരുവാൻ നിലവിൽ ഫീൽഡ് ഓഫീസർമാർക്ക് വാഹന സൗകര്യം ഇല്ല സർ. അതും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പുതുതായി കുറച്ച് ബീറ്റ് ഓഫീസർമാർ ചാർജ് എടുത്തു. അവർക്കും ആവശ്യത്തിനുള്ള വാഹനം ലഭ്യമാക്കണം. ജില്ലയിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ വിപുലമായ സൗകര്യങ്ങളടങ്ങിയ ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം സർ. സർ, മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ചിഞ്ചു റാണി പക്ഷിമൃഗാദികളുടെ അമ്മറാണിയാണ് സർ. ഒരമ്മയുടെ സ്നേഹവും കരുതലും കേരളത്തിലെ പക്ഷിമൃഗാദികൾക്ക് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വൈവിധ്യമാർന്നതും മാതൃകാപരവുമായ പദ്ധതികളുമായിട്ടാണ് കേരളം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർ, ഈ നവീന ശാസ്ത്രീയ യുഗത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മനുഷ്യ പുരോഗതിക്കൊപ്പം മൃഗസംരക്ഷണ, ക്ഷീരവികസന മേഖലയിലും എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് സർ മൃഗസംരക്ഷണ വകുപ്പ് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധേയവും അഭിനന്ദനാർഹവുമായിട്ട് പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, UDFിൻ്റെ കാലത്ത് കണ്ടമാനം ഡയറി അടിച്ചു കൊടുത്ത കഥ നാം കേട്ടിട്ടുണ്ട് സർ. എന്നാൽ LDF ഗവൺമെൻറ് കാലത്ത് ഡയറി ഫാം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നതിനാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത്.
10 മുതൽ 20 വരെയുള്ള പശുക്കളുടെ ഇടത്തരം ഡയറി ഫാമുകൾക്ക് സഹായം ഉറപ്പുവരുത്തുന്ന സമഗ്രമായ ഫാം എയ്ഡ് പാക്കേജാണ് സർ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ പരിരക്ഷ, തീറ്റ പുൽകൃഷിക്ക് സഹായം, കാലിത്തീറ്റയ്ക്ക് ധനസഹായം, ഫാം ആധുനികവൽക്കരണം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭകത്വ വികസന സെൽ പ്രവർത്തനം വളരെ ആക്റ്റീവാണ് സർ. മൊബൈൽ വെറ്റിനറി യൂണിറ്റിൻ്റെ സേവനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് സർ. ഒപ്പം രാത്രികാല അടിയന്തര ചികിത്സ പദ്ധതി കേരളത്തിലെ മൃഗങ്ങൾക്ക് വേണ്ടി ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. മനുഷ്യർക്ക് തന്നെ രാത്രികാല ചികിത്സ ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു സർ. എന്നാൽ ഇന്ന് നമുക്കേവർക്കും അറിയാവുന്നതുപോലെ കോവിഡ് കാലത്ത് നാം കണ്ടു, പക്ഷികളെയും മൃഗങ്ങളെയും അതിൻ്റെ ക്ഷേമം ഉറപ്പുവരുത്താൻ അതീവ ശ്രദ്ധ വെച്ചു പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നാട്ടിൽ രാത്രികാല അടിയന്തര മൃഗചികിത്സാ പദ്ധതി ആവിഷ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് സർ. മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു കർമ്മസേന ഇന്ന് പ്രവർത്തന രംഗത്തുണ്ട്. അതും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ശ്രദ്ധേയമായിട്ടൊരു സാമൂഹ്യ ഇടപെടലായിട്ട് നമുക്കതിനെ കണക്കാക്കാം. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ കർഷകരുടെ വീട്ടുപടിക്കലെത്തിക്കുന്നതിനും വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തലും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശ്രദ്ധേയമായ ഇടപെടലുകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്ര യജ്ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഫലപ്രാപ്തി കാണുകയാണ് സർ. കന്നുകാലി ഇൻഷുറൻസ് പദ്ധതി ഗോസമൃദ്ധി കന്നുകാലികൾക്കും ക്ഷീര കർഷകർക്കും പരിരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളതാണ് സർ. കേരള ചിക്കൻ പദ്ധതി നമുക്കറിയാം, നമ്മുടെ അഭിരുചിയിലും സ്വഭാവത്തിലും മനോഭാവത്തിലെല്ലാം അനുദിനം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് സർ. നമ്മുടെ ഭക്ഷണക്രമത്തിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടി അച്ഛനോട് ആവശ്യപ്പെടുകയാണ്, അച്ഛാ ഒരു CB കൊണ്ടുവരുന്നതാണ്, ചിക്കൻ ബിരിയാണി. അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് പറയുകയാണ്, സർ ഒന്നാക്കണ്ട രണ്ടായിക്കോട്ടെ, എന്നാൽ എനിക്ക് അത്താഴം വെക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചിക്കൻ ബിരിയാണി തിന്നുന്ന കാലഘട്ടമാണിത്. അപ്പോൾ അതിൽ ക്വാളിറ്റിയുള്ള ചിക്കൻ കിട്ടണം. അപ്പോൾ വളരെ ക്വാളിറ്റിയുള്ള ചിക്കൻ കിട്ടാൻ ആവശ്യമായിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള പദ്ധതിയാണ് കേരള ചിക്കൻ പദ്ധതി. കോഴിയിറച്ചി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിലൂടെ ആരോഗ്യ സംരക്ഷണവും പോഷക സുരക്ഷയും ഉറപ്പുവരുത്തോടൊപ്പം തന്നെ ഗുണമേന്മയുള്ള കോഴിയിറച്ചി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അതും വളരെ നന്നായി നമുക്ക് കേരളത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സർ മറ്റൊരു കാര്യം. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് ക്ഷീര വികസന മേഖലയിലെ ഇടപെടലുകളും വളരെ ശ്രദ്ധേയമാണ് സർ. നമ്മുടെ പാൽ സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ കേവലം ഒരു പാല് കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് മാത്രമല്ല, ഒരു ദിവസത്തെ രാവിലത്തെ രാഷ്ട്രീയ ചർച്ചകൾ ആരംഭിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് നമ്മുടെ പാൽ സൊസൈറ്റികൾ. തലേനാളത്തെ അന്തിച്ചർച്ചയൊക്കെ കേട്ട് ആദ്യം രാവിലെ പാൽ സൊസൈറ്റിയിലേക്ക് പോയാലാണ് ആദ്യം രാഷ്ട്രീയ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെൻറ്റർ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പാൽ സൊസൈറ്റിയിലേക്ക് എത്തുന്ന ക്ഷീര കർഷകരും പാൽ വാങ്ങാൻ എത്തുന്നവരെല്ലാം അവരെയെല്ലാം സുരക്ഷ ഉറപ്പുവരുത്താൻ സഹായകമായിട്ടുള്ള പദ്ധതികളാണ് സർ നമ്മുടെ ഗവൺമെൻറ് ഈ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ഷീര കർഷകർക്കും അവരുടെ കുടുംബങ്ങൾക്കും ക്ഷീരസംഘം ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി ക്ഷീരസാന്ത്വനം വളരെ ശ്രദ്ധേയമായി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സർ, പന്നി ആട് വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ. സർ, കോവിഡോടുകൂടി ഗിനിപ്പന്നികളുടെ കാര്യം തന്നെ നമ്മൾ മറക്കുകയാണ്. ഗിനിപ്പന്നി പരീക്ഷിക്കുന്നതാണ് ഗിനിപ്പന്നികളിൽ പുതിയ വാക്സിൻ കണ്ടുപിടിച്ച. പക്ഷേ കോവിഡോടുകൂടി കോവിഷീൽഡ് മനുഷ്യനിലാണ് പരീക്ഷിച്ചത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ശാസ്ത്രീയമായിട്ടുള്ള മെഡിക്കൽ സയൻസിൻ്റെ പിൻബലത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും വലിയ ആശങ്ക നമ്മുടെ സമൂഹത്തിലുണ്ട്. അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണെന്നാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ കാലത്ത് പന്നി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കർഷക തലത്തിൽ സാറ്റലൈറ്റ് പന്നി വളർത്തൽ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി KLD ബോർഡ് വഴി നടപ്പിലാക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. സർ, ആടുജീവിതത്തിലെ മനുഷ്യനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആടിൻ്റെ സംരക്ഷണവും ആട് വളർത്തൽ പദ്ധതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ സ്ത്രീ കർഷകർക്കിടയിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചുള്ള സാറ്റലൈറ്റ് ആട് വളർത്തൽ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി ഏറ്റവും മികച്ച രീതിയിലാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സർ, കുറഞ്ഞ നിരക്കിൽ കാലിത്തീറ്റ ലഭ്യമാക്കിയാണ്. നമുക്കറിയാം, പണ്ട് നമ്മുടെ റേഡിയോ തുറന്നാൽ ഷാവാലാസ് കമ്പനിയുടെ കാലിത്തീറ്റയെക്കുറിച്ചാണ് ഏറ്റവും ആദ്യം കേൾക്കുന്ന പരസ്യം. ഇന്ന് നമ്മുടെ ക്ഷീരകർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള കാലിത്തീറ്റ നൽകുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തീർച്ചയായും കേരളത്തിലെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് സർ. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ
ഒരു ആട് ഫാം ഏറ്റവും വേഗത്തിൽ ആരംഭിക്കാൻ ആവശ്യമായിട്ട് നടപടികൾ തുടങ്ങണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് സർ. സർ, ഇവിടെ ഈ ചർച്ചാവേളയിൽ അപ്പുറത്ത് പ്രതിപക്ഷ നിരയിൽ 2 ലീഗ് MLA-മാർ യഹൂദ കഥയും മ്യൂസിയം കഥയുമായി രംഗപ്രവേശം ചെയ്യുകയുണ്ടായി സർ. സർ, ഫാസിസത്തിൻ്റെ ഇരുണ്ട ഗുഹാമുഖങ്ങളിലേക്കാണ് ആട്ടിൻപറ്റങ്ങളെ പോലെ നാം വർത്തമാനകാല ഇന്ത്യയിൽ നയിക്കപ്പെടുന്നത്. ഇന്ന് നമ്മുടെ സഞ്ചാരം സ്വാതന്ത്ര്യ സമര പോരാളികളുടെ അഭിലാഷങ്ങളുടെ വിപരീത ദിശയിലാണെന്നത് ആശങ്ക ശക്തമാണ് സർ. അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളുമായി വരുന്നത്. സർ, ഏതായാലും ദിനേശൻ്റെ ലേഖനം ഷംസു മെമ്പർ വായിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് സർ. CPIM-ൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തവും യുക്തവുമായ ഒരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ്. വർഗീയതയുമായി സന്ധിയില്ലാതെ വർഗീയതയ്ക്കെതിരായി വർഗീയ ഫാസിസ്റ്റ് പ്രവർത്തകർക്കെതിരെ ഏറ്റവും ശക്തമായ നിലയിൽ പൊരുതിക്കൊണ്ട് മുന്നേറുന്ന പ്രസ്ഥാനമാണ് സർ. സർ, അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് നന്നായി ചായയും സർവത്തും ഷെയ്ക്കാനും ചിരിയും കിട്ടിയിട്ടുണ്ട് സർ, മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന്. പക്ഷേ ഞങ്ങൾക്ക് ചായയും ഷെയ്ക്കാനും ചിരിയും തന്നു, വോട്ട് നിങ്ങൾക്ക് തന്നു. അത് വെറും താൽക്കാലികം മാത്രമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റേതായിട്ട് ചുവടുമാറ്റം ലീഗ് ഒരു ആത്മപരിശോധന നടത്തേണ്ടതല്ലേ സർ? മുസ്ലിം ലീഗ് ഇപ്പോൾ ചെയ്യുന്നത് എന്താ? മുസ്ലിം സമുദായത്തിനകത്ത് ഉയർന്നു വരുന്ന മതനിരപേക്ഷ ചിന്താഗതിക്കാരെ ദുർബലപ്പെടുത്തുന്ന വിധം മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയും അവരുടെ അജണ്ട തന്നെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നേതൃത്വപരമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ മതനിരാസരാണെന്ന ലീഗ് പ്രസിഡന്റിൻ്റെ പ്രസ്താവനയും ഈ ഇടപെടലും മുസ്ലിം ലീഗിനെ തന്നെ മതരാഷ്ട്രവാദികളുടെ പാളയത്തിലെത്തിക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന തിരിച്ചറിവാണ് സാർ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. സങ്കുചിത രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇത്തരം നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാരാ? അത് വർഗീയതയുടെ വിഷസർപ്പത്തിന് എന്നും വിളക്ക് വെക്കുന്ന ഈ രാജ്യത്തെ കോൺഗ്രസ് തന്നെയാണ് സർ. അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന CPIM-ൻ്റെ സമീപനം മുസ്ലിം ജനവിഭാഗങ്ങളിലെ അടക്കം പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് സർ. സർ, പാവപ്പെട്ടവരുടെ സംരക്ഷണമെന്ന CPIM-ൻ്റെ സമീപനം ന്യൂനപക്ഷ വിഭാഗം ഉൾപ്പെടെയുള്ളവരുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയുള്ള നിലപാടുകളാണ് സർ ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഈ ധനാഭ്യർത്ഥനയെ സ്വാഗതം ചെയ്യുന്നു.